ഇതിന്റെ പാർട്ട് 3 ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു റീൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു സാധനം വേണം. നിങ്ങളിപ്പോൾ ഒരു റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ മെയിനായിട്ട് അവിടെ ഇട്ട് തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ പ്ലസ് താഴെ ഒരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ. ഇത്രയായിരിക്കും അവർ ഇട്ട് തരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിപ്ഷൻ ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടിടരുത്. എന്തായാലും പ്രൊഡക്റ്റിന് ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. ഡിസ്ക്രിപ്ഷൻ ഇടുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ ഇട്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് DM നൗ എന്നോ അല്ലെങ്കിൽ DM നൗ ഫ്രീ ഷിപ്പിംഗ് ടു കേരള അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ എന്നുള്ള രീതിയിൽ അങ്ങനെ മിനിമലായിട്ട് കൊടുക്കുക. റേറ്റും കൊടുക്കരുത്. ഇത്രയും മാത്രം കൊടുത്താൽ മതി. വെറുതെ അവർ തരുന്ന അതേ കണക്ക് കോപ്പി പേസ്റ്റ് അവിടെ കൊണ്ടുവച്ചാൽ പണി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ഫോളോവേഴ്സ് വേണോ, ഇതിന് തോനെ ഫോളോവേഴ്സ് വേണ്ടേ, ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വിശ്വസിക്കുക എന്നുള്ള രീതിയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ 0 ഫോളോവേഴ്സിലൊക്കെയാണ് നമ്മളും തുടങ്ങിയത്. ഈ ഓർഡർ കിട്ടുന്നതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പം അവർ നോക്കുമ്പോൾ കുറേ പോസ്റ്റുകൾ കിടക്കുന്നു, കുറേ കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകും കുറച്ച് നാൾ തൊട്ട് ഇവിടെ ഉള്ളതാ കസ്റ്റമേഴ്സ്. കാര്യം ഒരാളൊരു സാധനം എടുക്കാൻ വരുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് അക്കൗണ്ട് കയറി നോക്കിയിട്ട് അതിന് എത്ര നാൾ കൊണ്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കളക്ഷൻ എല്ലാം നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത്. അല്ലാതെ കുറേ ഫോളോവേഴ്സ് ഉണ്ടെന്നും പറഞ്ഞില്ല. ഞങ്ങൾക്കും വലിയ ഫോളോവേഴ്സുള്ള അക്കൗണ്ടുകളൊക്കെ പോയിട്ട് നമ്മളും കൊച്ചു ഫോളോവേഴ്സിലൊക്കെയാണ് ഇപ്പോൾ ഓർഡേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ആ ഒരു കാര്യം നോക്കുക. ഇപ്പം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക, പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർഡേഴ്സ് പതുക്കെ വരും, അതേപോലെ ഫോളോവേഴ്സും കയറും. ആഡൊക്കെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ആഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറൗണ്ട് അത്യാവശ്യം ഒരു 10-30 ഫോളോവേഴ്സൊക്കെ അങ്ങ് അടിച്ചങ്ങ് കയറും. ഒരൊറ്റ അടിക്ക് അടിച്ച് കയറും. ഓക്കെ, അപ്പം അത് രണ്ടാമത്തെ ആ ഒരു ഡൗട്ട് കഴിഞ്ഞു. ഇനി ഓർഡറിൻ്റെ പ്രൊസീജിയർ. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ വന്നിട്ട് ഇപ്പം നിങ്ങൾ അക്കൗണ്ടിലൊരു വാച്ച് അല്ലെങ്കിൽ ഒരു ഷൂ ഇട്ട്, അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു അഡ്രസ് ഫോർമാറ്റ് വെക്കാം. അത് കോപ്പി എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അത് കോപ്പി ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് സേവ് ചെയ്ത് വെച്ചോ. അത് വേണം നിങ്ങൾ കസ്റ്റമറിലേക്ക്. അത് കൊടുത്ത് മാക്സിമം അത് വെച്ചിട്ട് ഓർഡേഴ്സ് എടുത്തിട്ട് സപ്ലയേഴ്സിന് കൊടുക്കുക. കാര്യം അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനമാണ്. മനസ്സിലായി? ഞാനത് എൻ്റെ ഒരു എൻ്റെ ഓർഡേഴ്സ് എടുക്കുന്ന രീതിയിലുള്ള ഓർഡർ ഫോർമാറ്റ് ആക്കി അതിനകത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് അവരിൽ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് അത് സപ്ലയറിന് കൊണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവർ കസ്റ്റമറിന് സാധനം ചെയ്യും. ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ ഒരു സാധനം നിങ്ങൾ കയ്യിൽ വാങ്ങണ്ട. ഓക്കെ, കസ്റ്റമർ ഇപ്പോൾ ഓർഡർ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ ഒരു സപ്ലയർ ആരോ നിങ്ങൾ എവിടെ നിന്നാണോ സാധനം എടുക്കുന്നത് അവർക്ക് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയും അഡ്രസ്സും അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾ കയ്യിൽ സാധനം എടുക്കണ്ട. അപ്പം സപ്ലയർ ആ സാധനം എടുത്ത് കസ്റ്റമറിന് അയച്ചു കൊടുത്തോളൂ. ഓക്കെ, അത് ഞാൻ കമൻറ്റിൽ കുറേ വായിച്ചു, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് 2-3 കമൻറ്റ്സ് വന്ന് ഇൻസ്റ്റയിലും ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട്. ഫീമെയിൽ പ്രൊഡക്ട്സുകൾ സെല്ല് ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ടോ എന്നുള്ള രീതിയിൽ കുറേ ചോദിച്ചാൽ. അപ്പം അതിനെനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫീമെയിൽ പ്രൊഡക്ട്സിന് ഇഷ്ടം പോലെ എൻക്വയറീസ് വരും, പക്ഷേ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാര്യം ഫീമെയിൽ പ്രൊഡക്ട്സ് നമ്മൾ റീസെല് ചെയ്യാൻ എടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അത്യാവശ്യം പ്രൈസിങ്ങിലായിരിക്കും നമുക്ക് സാധനം കിട്ടുന്നത്. അപ്പം നമ്മളൊരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് കയറ്റുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. അപ്പം പക്ഷേ പ്രൊഡക്റ്റിന് ഭയങ്കര ക്വാളിറ്റിയാണ്, പക്ഷെ നമുക്കത് ഈ ഓൺലൈൻ ത്രൂ ആണ് നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം അതിനകത്ത് ഞാൻ കുറച്ച് കാലം നോക്കിയ പരിപാടിയാണ്. പക്ഷെ അത്യാവശ്യം ഞങ്ങളും ഫ്ലോപ്പായ പരിപാടിയാണ്. അത്യാവശ്യം വലിയ ടീംസുകളെല്ലാം ഫ്ലോപ്പായ പരിപാടിയാണ്. അപ്പോൾ ഈ ഫീമെയിൽ പ്രൊഡക്ട്സ് കയറി കളിക്കാതിരിക്കുക തുടക്കം തന്നെ. 1-2 പേര് ചോദിച്ചായിരുന്നു വെച്ചാൽ, എനിക്ക് മേജറായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടത് മൊത്തം പെൺപിള്ളേരാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്കും തുടങ്ങാം, ആർക്ക് വേണോ തുടങ്ങാം, മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മാത്രം മതി. അല്ലാതെ ഇപ്പം പെണ്ണാണോ ആണോ ഒന്നുള്ളതൊരു കൺസേൺ അല്ല. ആമ്പിള്ളേർ ഇടുന്ന അക്കൗണ്ടിൽ തന്നെ പെൺപിള്ളേർ വോയിസ് ഓവർ വെച്ച് ആമ്പിള്ളേർ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണം. പിന്നെ സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ ഇന്നലെ ഒരു സപ്ലയർ തന്നത് കുറച്ച് പ്രശ്നമായിരുന്നു. കാര്യം അവർ കൺസെൻറ്റ് ഇല്ലാതെ ചെയ്തുകൊണ്ട്. സോ അതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അത് റിമൂവ് ചെയ്ത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 3 ടീമിൻ്റെ നമ്പർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിത്ത് ദ കൺസെൻറ്റ്. അപ്പോൾ 3 പേരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോവുക, നമ്പർ എടുക്കുക, സേവ് ചെയ്യുക, ഞാൻ വിത്ത് പേരും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ നമ്പർ വെച്ചിട്ട് ചെയ്യേണ്ട പരിപാടി, ഞാൻ അവിടെ ഒരു ഫോർമാറ്റും കൂടെ കൊടുക്കാം. അതിൻ്റെ താഴെ ഒരു ഫോർമാറ്റ് കൊടുക്കാം. ആ ഫോർമാറ്റ് കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഫോർമാറ്റ് നോക്കി ആ നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ആദ്യം അയക്കേണ്ട നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആ ബിൽഡ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റോറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ താഴെ കൊടുത്തേക്കുന്ന ഒരു ഫോർമാറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം അവർക്ക് അയക്കാൻ. മനസ്സിലായോ? എന്നുവെച്ചാൽ അത് ജസ്റ്റ് അതിനകത്ത് നെയിം, പ്ലേസ്, നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേര്, അതൊക്കെയാണ്, വേറൊരു കാര്യങ്ങളൊന്നുമില്ല. അതും കൂടെ ഫില്ല് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പം അവരെ റീസെല്ലിംഗ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സുകളും കിട്ടും. ഓക്കെ, ഇനി ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡീലേഴ്സിനെ കുറിച്ച് പറയാം. ഒന്ന് ന്യൂജൻ.
ഓക്കെ, അവർക്ക് ഓൾറെഡി ഒരു വലിയ ഷോപ്പുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ടീമാണ്. വിത്ത് അവർ കൺസെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം അവർ നമ്മളെ റീസെല്ലേഴ്സിനെ എല്ലാം അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പിലോട്ട്. സോ എൻജി അവരുടെ കയ്യിൽ ഓൺ സ്റ്റോക്ക് കാര്യങ്ങൾ, ഷൂ, വാച്ച്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എടുത്തുകൊണ്ടിരുന്ന അവർക്ക് എനിക്ക് അവരുമായിട്ട് പ്രത്യേക ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. രണ്ടാമത് ഉള്ളത് MDE. ഓക്കെ, അപ്പം അവരെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു 6-7 വർഷം തൊട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണ്. അവർക്ക് എറണാകുളത്ത് ഒരു വെയർ ഹൗസ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതേപോലെ ഷൂവിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡൽഹിയിലുണ്ട്. അതേപോലെ അവർ നോർത്തിനകത്ത് എടുത്തിട്ടും അവർ റീസെല്ലേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി അവരിൽ നിന്ന് ഓർഡർ എടുത്തു. കാര്യം ഇതിനകത്ത് ബാക്കിയുള്ള ഇപ്പം 3 പേരാണ് ടോട്ടലുള്ളത്. ഇതിനകത്ത് ബാക്കിയുള്ള 2 പേരെ എനിക്ക് പണ്ടോട്ടേ അറിയാം. ഈ ടീമിനെ എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല. സോ ഞാൻ അവരെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സുകൾ എൻ്റെ കസ്റ്റമറിന് ഓർഡർ ചെയ്ത് നോക്കി. പോകുന്നെങ്കിൽ എൻ്റെ അല്ലേ പോകും. അപ്പം ഡൗട്ട് ഉണ്ടായത് കൊണ്ടും എനിക്ക് നല്ല രീതിയിൽ സസ് അടിച്ചത് കൊണ്ടും ഞാൻ അവരെ വിളിച്ചപ്പോൾ എനിക്ക് അവരെ പ്രൂഫ് കാര്യങ്ങളൊക്കെ തന്നു ഓൾറെഡി. ഓക്കെ, അവരെ സ്റ്റോക്ക് ഇരിക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളല്ല. അപ്പോഴും എൻ്റെ ഒരു ഡൗട്ട് മാറാത്തത് കൊണ്ട് ഇപ്പോൾ പണി വാങ്ങിച്ച് നിങ്ങൾക്ക് പണി വാങ്ങിച്ചിട്ടുള്ള കാര്യം എനിക്കില്ലല്ലോ. ഉണ്ടായതുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാനൊരു 3 ഷൂ ഓർഡർ ചെയ്തു. ഓക്കെ, ഒരു എയർഫോഴ്സ് എനിക്കല്ല, എൻ്റെ കസ്റ്റമേഴ്സിന് എനിക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഒരു എയർഫോഴ്സ്, പിന്നെ ഒരു ഇയർ ഓഫ് ഡ്രാഗൺ ഐ തിങ്ക് ഇയർ ഓഫ് ഡ്രാഗൺ, പിന്നെ ഒരു ബൈക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതെനിക്ക് കിട്ടിയില്ലെന്ന് വെച്ചാൽ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. പിന്നെ ഒരു ഒൻസുക ടൈഗർ, ഇത് 3ഉം ഡെലിവർ ആയിട്ടുണ്ട് വിത്ത് പ്രോപ്പർ പ്രീമിയം ക്വാളിറ്റി സാധനം. എനിക്ക് സീരിയസ്ലി ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ടു. കിടിലൻ സാധനമായിരുന്നു. ഓക്കെ, അപ്പം അത് 3ഉം കസ്റ്റമേഴ്സിന് കൊടുത്തു. അവർ പക്ക ഹാപ്പിയാണ്. ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇവർ തരുന്നതിനായിട്ട് കുറച്ചും കൂടെ റേറ്റ് കൂട്ടിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, അല്ലാന്നുള്ളത് പിന്നെ ഞാൻ ഓൺ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഷൂ അല്ല. അപ്പോൾ എനിക്ക് ഇവരെ കിട്ടേണ്ട അത്യാവശ്യം കുറച്ച് 10 അതായത് ഫസ്റ്റ് കോപ്പി ഷൂസ് എനിക്ക് കിട്ടാം. 2. ഇനി അടുത്തത് 3ാമത്തെ, അത് സ്റ്റൈൽ സ്പിയർ എന്നും പറഞ്ഞൊരു ടീമാണ്. അവർക്ക് ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്, അവർക്ക് ഷോപ്പും ഉണ്ട്. അപ്പം അവരുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ വാച്ച് ഉണ്ട്, അതേപോലെ ഡ്രസ്സ് ഐറ്റംസ് കിട്ടും അവരുടെ കയ്യിൽ. ബാഗി പാൻസ്, അതേപോലെ ടീഷർട്ട്സ്, ഷർട്ട്സ്, അങ്ങനത്തെ സാധനം. അപ്പം ഈ ഡ്രസ്സ് ഐറ്റംസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് മെസ്സേജ് ചെയ്യാം. അതേപോലെ അവരെ ഈ ക്രോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്രോക്സ് ഉണ്ട്. പിന്നെ ഷൂ 10 ഇല്ല, 7 ക്വാളിറ്റി എന്ന് പറയുന്നൊരു ക്വാളിറ്റി ടൈപ്പ് ഷൂ അവരേനുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കണ്ട അതവരെ കയ്യിൽ ഇരിക്കുന്ന ലൈവ് വീഡിയോസാണ്. സോ എൻ്റെ കണ്ടു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം, ചാത്തനൊന്നുമല്ല. അതേപോലെ ഡ്രസ്സിന് അത്യാവശ്യം അവരുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ 3 പേരുടെ നമ്പരും ഇവിടെ താഴെ കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന വിത്ത് പ്രോപ്പർ കൺസെൻ്റ് ആണ്. എല്ലാവരുടെ അടുത്തും ഞാൻ രാവിലെ വിളിച്ച് സംസാരിച്ച് എല്ലാം റെഡിയാക്കിയതാണ്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഒരൊറ്റ കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മളിപ്പോൾ ഈ പ്രൊഡക്ട്സുകൾ നിങ്ങൾക്കിപ്പം ഓൾറെഡി ഞാനൊരു 3 സെല്ലേഴ്സിന് തന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പം ഗ്രൂപ്പിലിടുന്ന റേറ്റ് എത്ര ആണോ ആ ഒരു റേറ്റിന് മിനിമം ഒരു 200 അല്ലെങ്കിൽ ഒരു 300 രൂപ കൂട്ടി വേണം എപ്പോഴും സെല്ല് ചെയ്യാൻ. ഓക്കെ, പക്ഷേ ഞാൻ പറയാം കാര്യം, 3 സെല്ലേഴ്സും ഇപ്പം അവർക്ക് ഇഷ്ടം പോലെ റീസെല്ലേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളെ അക്കൗണ്ട് അതിനകത്ത് ആരെങ്കിലും നിങ്ങളെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കണ്ട് ആ അക്കൗണ്ടിനകത്ത് ഏതെങ്കിലും ഒരാൾ വന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയി ആ സെല്ലേഴ്സിനെ കാണിച്ചാൽ അവരപ്പോഴേ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് അടിക്കും. മനസ്സിലായി? എല്ലാ സെല്ലേഴ്സും അങ്ങനെ തന്നെ. ഒരിക്കലും മാർക്കറ്റ് റേറ്റ് പൊട്ടിച്ച് സാധനം കൊടുക്കരുത്. മിനിമം ഒരു പ്രോഡക്റ്റ് എത്രയെന്ന് പറഞ്ഞാലും മിനിമം ഒരു പ്രോഡക്റ്റിൽ ഒരു 200 to 300 രൂപ പ്രോഫിറ്റ് എടുക്കുക. 10 ഷൂ ആണ് നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം 500 രൂപ പ്രോഫിറ്റ് എടുത്തേ സെല് ചെയ്യാവും. അതിൽ താഴെ സെല് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ റിമൂവ് ചെയ്യും. ഉറപ്പായിട്ടുള്ള കേസാണ്. ഞാൻ കണ്ടു കഴിഞ്ഞാലും ഞാനാണെങ്കിലും അവരെടുത്ത് പറഞ്ഞ് ഇൻഫോം ചെയ്ത് റിമൂവ് ചെയ്യും പ്രോഫിറ്റുകൾ എടുക്കുന്നത്. സോ ഇത്രയും വരുന്നുണ്ട് പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ അത്രയും മിനിമം എടുക്കുക. ദാനം കൊടുക്കുന്നതൊക്കെ ചെയ്യരുത്. എനിക്ക് എത്രയാണ് ഇതിനകത്ത് ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും ഒരു സർവീസ് അല്ല ചെയ്യുന്നത്, നിങ്ങൾ പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ് നിങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ റേറ്റ് കുറച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ ആൾക്കാർ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളവരെല്ലാവരെയും അവരതിനകത്ത് റിമൂവ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, അതിനകത്തുള്ള ഒരു നമ്പറിലും കോൾ ചെയ്യാൻ നിൽക്കരുത്. അവരപ്പോഴേ ബ്ലോക്ക് ചെയ്യും. കാര്യം കോൾ ചെയ്യുന്ന അവർ ഓൾറെഡി 3 പേരും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെടുത്ത് തൂക്കി വെളിയിൽ കളയുമെന്ന് ഓൾറെഡി എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച സമയത്തേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ക്ലാസ്.